ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇന്ന് മകം തൊഴൽ. ഇന്ന് രാവിലെ 5:30 മണിക്ക് ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടിന് ശേഷം മകം എഴുന്നള്ളിപ്പ് നടന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 മണി വരെയാണ് നട തുറക്കുക. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് സ്മിത ഹരിദാസും സൂര്യശ്രീയും തത്സമയം ചേരുന്നു. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. സ്മിത, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സ്മിത, എന്തൊക്കെയാണ് ചടങ്ങുകൾ? കൂടുതൽ വിവരങ്ങൾ. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ചോറ്റാനിക്കര ക്ഷേത്ര നടയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് അതിരാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു തൽക്കാലം കുറച്ച് തിരക്ക് കുറവുണ്ടാവും, പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ കാണിച്ചു തരാം. നീണ്ട നിര തന്നെ വെളുപ്പം കാലത്തെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ എല്ലാവരും. കാരണം വലിയ ചൂടാണല്ലോ. അപ്പോൾ ഈ പന്തലുണ്ട്, നടപ്പന്തൽ. ആ നടപ്പന്തലിൻ്റെ കീഴെ എല്ലാവരും ഇങ്ങനെ വരിയായി ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. വിഷ്ണു കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നോ, നമുക്ക് അവിടേക്ക് പോകാൻ തോന്നുന്നു. കാരണം ചൂടിൽ നിന്ന് രക്ഷപ്പെടണം. ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. 2-3 ദിവസമായി ഇവിടെ എത്തിയവരുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് മകം തൊഴൽ. വില്വമംഗലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയതിൻ്റെ ആ ഒരു ഐതിഹ്യം, ആ വിശ്വാസം അതുതന്നെയാണ്. ഇന്നത്തെ ദിവസം സർവാഭരണ വിഭൂഷിതയായ ദേവിയെ 2 മണിക്ക് കണ്ട് ദർശനം ലഭിക്കാൻ വേണ്ടി 2 മണി മുതൽ 10 മണി വരെയുണ്ട്. ദാ നീണ്ട ക്യൂ കാണാം എസ്കെൻ. ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അവരോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പല ദേശങ്ങളിൽ നിന്ന് വന്നവരിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അവർ തൽക്കാലം എല്ലാവരും ഈ മണിക്കൂറുകളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുടിക്കാനും ഒക്കെ മാറി പോകുന്നതല്ലാതെ ബാക്കി എല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ചേച്ചി എവിടെന്നാ? ചേച്ചി പാലക്കാട്. എന്നാ വന്നേ? രാത്രി വന്നു, 1 മണിക്ക്. പേര് കൂടിയാണോ നിങ്ങൾ? ഞങ്ങൾ 10-18 പേരുണ്ട്. അതെ ചൂടുണ്ട്, ഭയങ്കര ചൂടല്ലേ? അപ്പൊ എന്താ വെള്ളമൊക്കെ കുടിക്കണ്ടോ? പിന്നെ എല്ലാ കൊല്ലം വരാറുണ്ടോ ചേച്ചി? ഇല്ല, ആദ്യമായിട്ട് വന്നാണ്. ചേച്ചി എവിടെ? അതെ. പാലക്കാട് വടക്കഞ്ചേരി. സെറ്റാ എസ്കെൻ. നമുക്കൊപ്പം സൂര്യശ്രീ കൂടി ഉണ്ട്. സൂര്യശ്രീ, എല്ലാ തവണയും വലിയ ചൂട്, ഇത്തവണ പതിവിലും ഏറെയാണ് ചൂട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ തോന്നുന്നത്? തിരക്ക് പിന്നെ ഒരു കുറവില്ലല്ലോ. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഭക്തരുടെ ഒരു ഭക്തിക്ക് മുന്നിൽ നമ്മുടെ ഈ ചൂടും ഇതെല്ലാം തന്നെ ഒരു പോയിക്കൊണ്ട് ഒരു അവസ്ഥയാണുള്ളത്. രാവിലെ, അതായത് ഏകദേശം ഒരു 3-4 മണി ആയപ്പോൾ തന്നെ ക്യൂവിലെല്ലാം ഈ ഇത്തരത്തിൽ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളൊക്കെ തന്നെ ഇവിടെ ക്യൂവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാവിലെ 4 മണിയായപ്പോഴാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട പാലക്കാട് നിന്നുള്ള ചേച്ചിമാരൊക്കെ തന്നെ എത്തിയത്. യാതൊരു തരത്തിലുള്ള ചൂടും ഇത്തരത്തിൽ ഭക്തരുടെ ഈ ഒരു ഭക്തിക്ക് തടസ്സമാകുമെന്ന് നമുക്ക് തോന്നുന്നു. ഈ ചേച്ചിമാരെ ഒരേ യൂണിഫോമിലാക്കി അവരോടൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അതെ ചേച്ചിമാരെ പാലക്കാട് എല്ലാവരും ഒരേപോലെ യൂണിഫോം? ഒരേപോലെ. ഒന്നുമില്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഒരേപോലെ ഇടാന്ന് വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് എല്ലാ വർഷവും വരുന്നതാണ്. എല്ലാ വർഷവും വരും. ഞങ്ങൾ 4 മണിക്ക് എത്തി. ഈ കനത്ത ചൂടാണ്, അപ്പം അതൊക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ ഭഗവാൻ തമ്പുരാട്ടി നോക്കും. ദേവി കണ്ടോളും. അതെ, അത് തന്നെ ചേച്ചി. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവർ ഈ മകം തൊഴിലിനായിട്ട് ചോറ്റാനിക്കര നടയിൽ, ചോറ്റാനിക്കര അമ്മയുടെ ഈ ഒരു സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിയുടെ മുന്നിലൊക്കെ തന്നെ ചൂടും ഇതെല്ലാം തന്നെ പോകുമെന്നാണ് അവർ പറയുന്നത്. സൂര്യശ്രീക്ക് മൈക്ക് തന്നില്ല, ഞാൻ പെട്ടെന്ന് ഞാൻ പിടിച്ചോണ്ടിരുന്നു അല്ലേ. അപ്പൊ ചൂടുണ്ട്, പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യം 2 മണിക്ക് തന്നെ ദേവി ദർശനം ഉണ്ടാകും. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മി, വൈകിട്ട് ദുർഗാദേവി. ഇങ്ങനെ 3 രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നു. ഒരുപാട് ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആദിശങ്കരനും കൊല്ലൂർ മൂകാംബികയും ആയിട്ടൊരു ഐതിഹ്യമുണ്ട്. അത് നല്ല രസകരമായ ഐതിഹ്യം. ലക്ഷ്മി നാരായണ സമേതനായിട്ട് ഇന്ന് ദേവിയുടെ ദർശനം ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് ഈ മകം തൊഴിലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഈ ആദിശങ്കരന്റെ കൂടെ കൊല്ലൂരിലെ മൂകാംബികാദേവി മൈസൂരിൽ നിന്ന് വരുന്നു. കൊല്ലൂരിലെ മൂകാംബികയിൽ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ചിലങ്കയുടെ ശബ്ദം നിലച്ചപ്പോൾ ആദിശങ്കരൻ തിരിഞ്ഞു നോക്കി. ദേവി അവിടെ നിന്നു. അമ്മ മൂകയായി തീർന്ന സ്ഥലം മൂകാംബിക എന്നറിയപ്പെടുന്നു. അവിടെ നിന്ന് ചോറ്റാനിക്കരയിൽ നിനക്ക് ദർശനം തരാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അമ്മ ഇവിടെ എത്തിയത്. രാവിലെ നിർമാല്യം കഴിഞ്ഞ് പ്രഭാത പൂജ വരെ ദേവി ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് മൂകാംബികയിൽ ഉണ്ടാകും. അങ്ങനെ നല്ല കൗതുകകരമായ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഐതിഹ്യങ്ങളുടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. 700-ലേറെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വെള്ളം, ശുദ്ധജലം ലഭിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ടീം തന്നെ ഇവിടെ സന്നദ്ധമായിട്ടുണ്ട്. കാരണം ഒരു പഴുതടച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനത്തോടെയാണ് ഇത്തവണ, എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും മകം തൊഴിലിനായിട്ട് സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായും ഇവിടെ സ്വകാര്യ ആശുപത്രികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഴുതടച്ചിട്ടുള്ള ഒരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയാണ്. കൃത്യമായി കുടിവെള്ള വിതരണം,
ക്രമീകരണം, ഭക്ഷണം ഇതെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രഭാതത്തിൽ ചോറ്റാനിക്കരയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ. SK. ഓക്കെ, താങ്ക് യു സ്മിത ഹരിദാസ് ആൻഡ് സൂര്യശ്രീ.